ശ്രീയിൽ CPI നേതാക്കളുടെയും പ്രതികരണം ഏറെ വേദന ഉണ്ടാക്കി എന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. CPIക്കെതിരെ കടുത്ത വിമർശനം തന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. ഒരു മാധ്യമം തെറ്റായി വാർത്ത നൽകിയെന്നും മന്ത്രി വി ശിവൻകുട്ടി. GRL നടത്തിയ ഒരു പ്രസ്താവന എന്നെ മനസ്സിനെ വേദനിപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. പ്രകാശ് ബാബു MABB സംബന്ധിച്ചിടത്തോളം നടത്തിയ വിമർശനം ഒട്ടും ശരിയായിട്ടില്ല എന്ന് പറഞ്ഞു. AIYF എൻ്റെ ഓഫീസിലത്തേക്ക് മാർച്ച് ചെയ്തത് ശരിയായില്ല എന്ന് പറഞ്ഞു. കാരണം നേതാക്കന്മാർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയമാണ്. മറ്റൊരു കാര്യം പറഞ്ഞത് എൻ്റെ കോലം കത്തിച്ചത് ശരിയായില്ല. കാരണം CPI-CPM നേതാക്കന്മാരും മുഖ്യമന്ത്രി അടക്കം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഇത് ആവർത്തിക്കാൻ പാടില്ലായിരുന്നു. പ്രതിപക്ഷമുള്ള ആൾക്കാർ നടത്തുന്നേക്കാൾ രൂക്ഷമായ വിമർശനമാണ് അവർ എന്നെ സംബന്ധിച്ച് നടത്തിയത്. എനിക്ക് ഒരിക്കലും പൊരുത്തപ്പെടാൻ കഴിയാത്ത മുദ്രാവാക്യങ്ങൾ എനിക്കെതിരെ വിളിച്ചു. രൂക്ഷമായ വിമർശനം CPI എന്ന് പറഞ്ഞാൽ അത് തെറ്റായ വാർത്തയാണ്. അങ്ങനെ ഒരു വിമർശവും രൂക്ഷമായ ഒരു വിമർശനം CPIക്കെതിരായിട്ട് എനിക്കില്ല. ഷമീർ അബ്ദുൾ ചേരുന്നു വിവരങ്ങളുമായി. ഷമീർ, PM ശ്രീയുമായി ബന്ധപ്പെട്ട് വേദനയുണ്ടാക്കിയ ഓരോ കാര്യങ്ങളും എണ്ണി പറയുകയാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അല്ലേ? അതിൽ മന്ത്രിമാരടക്കം നടത്തിയിട്ടുള്ള പരാമർശങ്ങൾ, CPIയുടെ മുതിർന്ന നേതാവ് പ്രകാശ് ബാബു MABBയെ കുറിച്ച് പറഞ്ഞ കാര്യം, ഇതൊക്കെ അദ്ദേഹം അക്കമിട്ട് പട്ടികയിലെ ആദ്യ ഇനമായി തന്നെ പറയുന്നുണ്ട്. തീർച്ചയായിട്ടും ലക്ഷ്മിപത്മ, PM ശ്രീ വിവാദത്തിൽ തനിക്കെതിരെ നടത്തിയ മുദ്രാവാക്യങ്ങൾ, താൻ ഈ കരാറിൽ ഒപ്പിട്ടതുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രസ്താവനകളൊക്കെ തന്നെ വ്യക്തിപരമായി വേദനിപ്പിച്ചു എന്നാണ് ശിവൻകുട്ടി പറയുന്നത്. അല്പസമയം മുമ്പ് ഒരു മാധ്യമം അത് CPIക്കെതിരെ കടുത്ത വിമർശനമെന്ന് നൽകി, അത് തെറ്റായ വാർത്തയാണ് എന്ന് അദ്ദേഹം പറയുന്നു. വ്യക്തിപരമായി തനിക്ക് വേദന ഉണ്ടാക്കി. തൻ്റെ പാർട്ടി ജനറൽ സെക്രട്ടറി MABBയെ പ്രകാശ് ബാബു വിമർശിച്ചു, അത് തനിക്ക് വേദന ഉണ്ടാക്കി. അതുപോലെ തന്നെ GRNൽ തൻ്റെ സഹപ്രവർത്തനായ GRNൽ അടക്കമുള്ള മന്ത്രിമാർ നടത്തിയ പ്രസ്താവനകളൊക്കെ തന്നെ വേദന ഉണ്ടാക്കി. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് AIYFും AISFും തൻ്റെ ഓഫീസിലേക്ക് നടത്തിയ മാർച്ച്, തൻ്റെ കോലം കത്തിക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തി. അത് മന്ത്രിതലത്തിൽ ചർച്ച നടത്തുന്ന സാഹചര്യത്തിൽ തന്നെ മന്ത്രിസഭായോഗം ചർച്ച ചെയ്യാനിരിക്കെ, മുന്നണി ചർച്ച ചെയ്യാനിരിക്കെ ഇത്തരം എടുത്തടിച്ചുള്ള സമരങ്ങളൊക്കെ തന്നെ വ്യക്തിപരമായി തന്നെ വേദനിപ്പിച്ചു. പക്ഷേ അത് മുന്നണി എന്ന നിലയിൽ CPIക്കെതിരെ താൻ ഒരു കടുത്ത വിമർശനവും ഉന്നയിച്ചിട്ടില്ല. CPI എന്നും CPMന്റെ അവിഭാജ്യ ഘടകമാണ്, LDFന്റെ അവിഭാജ്യ ഘടകമാണ്. അത് മുന്നണി മര്യാദ ആയതുകൊണ്ടാണ് അത്തരത്തിൽ താൻ മറുപടി നൽകാത്തത്. പക്ഷേ വ്യക്തിപരമായി പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെ ഏറെ വേദനിപ്പിച്ചു. പക്ഷേ ഇപ്പോൾ എന്താണ് അവസ്ഥ എന്ന് മന്ത്രി ചോദിക്കുന്നു. അങ്ങനെ ഒരു മാധ്യമം, അതായത് CPIക്കെതിരെ താൻ കടുത്ത വിമർശനം ഉന്നയിച്ചു, താൻ മന്ത്രിമാരെ വിമർശിച്ചു എന്നടക്കമുള്ള വാർത്ത നൽകി. പക്ഷേ അതൊന്നും ശരിയല്ല. വ്യക്തിപരമായി തനിക്ക് വേദനയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അത്തരത്തിലൊരു വേദന തനിക്കുണ്ടായി. അതായത് ബിനോയ് വിശ്വത്തിനെ ഓഫീസിൽ സന്ദർശിച്ചു, അദ്ദേഹമായി ഒരു സൗഹൃദ സന്ദർശനം നടത്തി, കാര്യങ്ങൾ വിശദീകരിച്ചു. അപ്പോഴൊന്നും തന്നെ ഉണ്ടാകാത്ത പ്രസ്താവനകളും അതുപോലെ തന്നെ സമരങ്ങളുമൊക്കെ തനിക്കെതിരെയും തൻ്റെ വകുപ്പിനെതിരെയും നടന്നിട്ടുണ്ട്. അതൊക്കെ തന്നെ മന്ത്രി എന്ന നിലയിൽ തന്നെ ബാധിച്ചു, വ്യക്തിപരമായി തന്നെ വേദനിപ്പിച്ചു എന്നാണ് ശിവൻകുട്ടി പറഞ്ഞു വെച്ചത്. ലക്ഷ്മിപത്മ.